നിങ്ങൾ ഉസ്താദിന്റെ അവിടേക്ക് എത്തുന്നില്ല. രണ്ട് കേട്ടോളൂ. ഞാനും ഈ സംഘടനയും അലവി സഖാഫിക്ക് അത് കൃത്യമായിട്ടറിയാം. ഞാനും SYS-ഉം തമ്മിൽ ആദ്യത്തെ പോയിന്റ്, ആദ്യമായി പ്രശ്നമാകുന്നത് എവിടെയെന്നറിയോ? ഞാൻ മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിന് പോകുമ്പോ പേരോട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹസനി, ഇനി മേലിൽ വാദപ്രതിവാദമേൽക്കാൻ പാടില്ല. ഞാൻ തന്നെ അജബായിപ്പോയി. പേരോട് അബദ്ധം പറയുന്നത്. അതിന്റെ അവസാനെ ഇനി വല്ല സ്ഥലത്തും വാദപ്രതിവാദം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ പഴയ CD കൊടുത്താൽ മതി. മുജാഹിദിന് പഴയ CD കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്? ഓരോ ദിവസം മാറില്ലേ. ഇപ്പൊ ഹോസ്പിറ്റൽ വരെ ശിർക്കായി. ഓന് പഴയ CD കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ സംഭവം കാര്യങ്ങള് ഹക്കായ ദീൻ, ആദർശം പറയാൻ വേണ്ടിയാ ഞങ്ങൾ സംഘടനയിൽ കൂടിയത് അല്ലേ? വാദപ്രതിവാദവും മുഖാമുഖവും ഒക്കെ നടത്തിയ കാലം. ഇപ്പൊ അലവി സഖാഫിദ എവിടെങ്കിലും ഒന്നൊക്കെ നടത്തുന്ന എന്താ നിങ്ങള്? ഈ ആദർശം, ഇത് ഈ നയം മാറ്റം ചെറുകിട, അതായത് താഴെ തട്ടിലെത്തുന്നേ ഉള്ളൂ. ഇതറിയാത്ത പ്രവർത്തകർ വിളിച്ചു നടത്തേണ്ടത്. അതും ഇനി അടുത്ത കാലങ്ങളിൽ ഇല്ലാതെയാക്കും. അത് ഞങ്ങൾ ദൂരെ നിന്ന് നോക്കി കാണുകയാണ്. സംഭവം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇവർക്കൊരു തോന്നലുണ്ട്, അലവി സഖാഫിക്കും പൊന്മള മൊയ്ലിയർക്കും ഒക്കെ എന്താ, നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സംഭവമാണ്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അമേരിക്കന്റെ പ്രസിഡന്റും അങ്ങനെ അല്ലാതെ എന്തൊക്കെ കുടിക്കും ഇവരുടെ ഇടയിലൊക്കെ നമ്മൊരു സംഭവമാണ്. അതുകൊണ്ട് നമ്മുടെ സംഘടനയെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഈ ഗണ്ണനും വാദപ്രയാതും ഒക്കെ ഒന്ന് കുറച്ച് നമ്മൾ വാഴ്ന്ന രംഗത്തേക്ക് വരിക, ഉപദേശം വന്ന് അങ്ങനെ തർക്കങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തണം എന്ന് സംഘടന നയം മാറ്റി. ചില ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ അതിന്റെ പിന്നിൽ കളിച്ചു. എന്നോട് LCD എടുത്ത് പറഞ്ഞു, വാദപ്രതിവാദം വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയ മുഴുവൻ ഖണ്ഡനങ്ങളും മുടക്കി. സുന്നി സ്ട്രോങ് പോരാന്ന് പറഞ്ഞ് 89 ഇറങ്ങിപ്പോന്ന ടീമായത് ഇവിടെ എത്തി. അങ്ങനെ നോക്കുമ്പോ ഉള്ള സുന്നി അങ്ങനെ എവിടെ എത്തി നിങ്ങൾക്ക്? ഇത് ഞാൻ പറഞ്ഞ പല പ്രവർത്തകരും വിശ്വസിച്ചില്ല. എന്തെങ്കിലും ഈ പറയണം, അങ്ങനൊക്കെ നീ എപ്പിക്കാരാവൂ? കേട്ടോ, ഇപ്പൊ അള്ളാന്റെ പണി കണ്ടോ? പുതിയ പ്രസംഗം കുറ്റ്യാടിയിൽ പോയി ഞങ്ങൾ പ്രസംഗിച്ചപ്പോ പിറ്റേന്ന് പേരോട് മലപ്പുറം ജില്ലയിലെ ഒമാനൂരിൽ വന്നു. പേരോട് പറയുന്നത് കേട്ടോളൂ, തർക്കിക്കാൻ പാടില്ല. ആരാ പറയുന്നത്? പേരോട്. അതായത് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തർക്കം കൊണ്ട് നിറച്ച മഹാനായ പേരോട് ഉസ്താദ് പറയാണ്, തർക്കം പാടില്ലെന്ന് മാത്രമല്ല, അള്ളാന്റെ റസൂലിന്റെ ഹദീസും ഉദ്ധരിക്കുകയാണ്. മൻ തറക്കൽ മിറാ, ഒരാൾ തർക്കം ഒഴിവാക്കിയാൽ, അയാളെ കയ്യിലുള്ളത് സത്യമാണെങ്കിൽ പോലും തർക്കം ഒഴിവാക്കിയാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ വീട് കൊടുക്കുന്നതാണ്. ഇത് ഇന്നലുണ്ടായ ഹദീസത്തെ തോന്നിപ്പോകുന്നു. ഹദീസുകൾ പേടിക്കണ്ട. അതേ ഹദീസ് 5 കൊല്ലം മുമ്പ് അതിന്റെ ശരിയായ അർത്ഥം പേരോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ തൊട്ടു പിറകെ കേൾപ്പിക്കും. ആദർശവും നയവും മാറി, ആദർശം തന്നെ ഇല്ലാതായി. മുത്തുനബിയുടെ വിഷയത്തിലും മൗലിയാക്കളുടെ വിഷയത്തിലും പറ്റപ്പോയി. പിന്നെ മറുപടിയും കാര്യം പറയാനില്ല, അതും ഇല്ലാതായി. പിന്നെ ഈ ജീവില്ലാത്ത ബ്രോയിലർ കോഴികളെ സൃഷ്ടിക്കുന്ന പോലുള്ള ആളുകളെ അതിന് ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് ചുക്കും വരാനില്ല. അത് എടുത്തുകൊണ്ടേക്കോ, അതിനൊന്നും കൂടി വെളുക്കും വരാനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പേരോടിന്റെ പുതിയ പ്രസംഗം കേട്ടു. നല്ല ബർക്കത്തിയ വാഴ് എന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല, വാഴ് എന്ന് പറഞ്ഞാൽ കുറെ വെല്ലുവിളിക്കലല്ല, വാഴ് എന്ന് പറഞ്ഞാൽ കുറെ തർക്കിക്കലല്ല, വാഴ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമില്ല പറഞ്ഞു കൊടുത്തത്. അതാ പറയുന്നത്. അത് വിശ്വാസപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, കർമ്മപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം, സ്വഭാവത്തിന്റെ രംഗത്തും പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾക്ക് ആഖിറം രക്ഷപ്പെടാറ്, സ്വർഗത്ത് കടക്കാൻ ആവശ്യമില്ല പറഞ്ഞു കൊടുക്കണം. അതാണ് വാഴ്. വാഴ് എന്ന് പറഞ്ഞാൽ കുറേ വെല്ലുവിളിക്കുക. സുബ്ഹാനല്ലാഹ്, 1 മിനിറ്റിൽ 4 വെല്ലുവിളിക്കുന്നവരൊക്കെയുണ്ട്. 1 മിനിറ്റിൽ 4 വെല്ലുവിളി, അങ്ങനെയൊക്കെ വെല്ലുവിളിക്കുന്നവർ. അതാണ് വാഴ്. തർക്കം, വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ തർക്കം, അതാ വാഴ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക്കൽ മിറാഅ ഫഹുവ മുബ്തിലുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ റമദിൽ ജന്ന. ഒരു മനുഷ്യന്റെ കൈവശത്തിലുള്ള ആശയം തെറ്റായതോടുകൂടി അവനാ തെറ്റ് സമർത്ഥിക്കാൻ വേണ്ടി നടക്കാതെ അവനതാ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് ശരി പറഞ്ഞവരെ അംഗീകരിച്ചു മുന്നോട്ട് പോയാൽ അവന് സ്വർഗത്തിന്റെ നടുത്തളത്തിൽ അല്ലാഹു തആല അവന് വീട് കൊടുക്കും.
വമൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖുൽ. അതേ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കണമെന്നുദ്ദേശിച്ച് രംഗത്ത് വരുന്നവർ വെറുതെ വിവാദം വലിച്ചിടുമ്പോൾ കൈവശത്തിലുള്ളത് സത്യമാണെങ്കിലും വിവാദമുണ്ടാക്കണ്ട എന്ന നിലയ്ക്ക് തർക്കത്തിന് പോകാതെ മിണ്ടാതിരുന്നാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അലൽ ജന്ന, സ്വർഗത്തിന്റെ മേൽഭാഗത്ത് ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു അവന് സ്വർഗത്തിലൊരു വീട് കൊടുക്കും. അല്ലാഹു തആല വലിയ മാളിക പണിതു കൊടുക്കുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നും തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നതല്ല വഅദ്. വഅദ് എന്ന് പറയുന്നത് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളത് പറയുന്നതാണ് വഅദ്. 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ കുട്ടികൾക്ക് തീർച്ചയാനത്തി അല്ലാഹു അവന് സ്വർഗത്തിലൊരു വീട് കൊടുക്കും. അല്ലാഹു തആല വലിയ മാളിക പണിതു കൊടുക്കും. അലവി സഖാഫി വല്ല മുഖാമുഖത്തിനും പോവാണ് ഈ സീരിയൽ വെച്ചു കൊടുക്കാം. സ്വർഗത്തിൽ വീട് വേണോ മിണ്ടാതാണ് കിതാബൊക്കെ വെച്ചാടി ഇരുന്നോട്ടെ. ഈ നയം മാറ്റം നിങ്ങളെ സംഘടനയ്ക്ക് വന്നു. ഉസ്താദ് അങ്ങനെ ഒരു ഹദീസില്ലേ? പേടിക്കണ്ട, അത് നമ്മളെ പണ്ടത്തെ പേരോട് ഉസ്താദ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്നേഹിച്ച ഒരു ഉസ്താദ്. ആ ഉസ്താദ് ഞങ്ങൾക്ക് പണ്ടേ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ചിലപ്പോ ആരെങ്കിലും പറഞ്ഞു വരും, തർക്കിക്കണ്ട എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വിഷയത്തിൽ വെറുതെ തർക്കം കൂടണ്ട, ദീനിന്റെ വിഷയത്തിൽ തർക്കിച്ചേ പറ്റൂ എന്ന് ആ ഹദീസിന്റെ വ്യാഖ്യാനമടക്കം 5 കൊല്ലം മുമ്പ് ഉസ്താദ് പറഞ്ഞു വച്ചിട്ടുണ്ട്. അല്ല എത്ര വലിയവനാണ്. അപ്പൊ നമ്മളെ ഹദീസ് വായിച്ച അർത്ഥം പറഞ്ഞാൽ ഇപ്പൊ ബലി പറയും. പേരോട് പറഞ്ഞതാ ശരി, ഒരു തർക്കം പാടില്ല. മുസ്ലിം ജമാഅത്തിൽ മുസ്ലിം നാക്കിയതെന്ന് എന്തിനാ? എല്ലായിടത്തും സുന്നി വേണമെന്ന് പറഞ്ഞു നമ്മൾ. സുന്നി മർക്കസ്, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി യുവജന സംഘം, സുന്നി ബാലസംഘം, എല്ലാവരും സുന്നി. ഇപ്പം മുസ്ലിം ജമാഅത്തായത് അതാണ്. ഇങ്ങനെ കൂട്ടിപ്പിടിക്കല എല്ലാവരും ഇങ്ങനെ. അപ്പൊ തർക്കൊക്കെ ഒഴിവാക്കി ഒന്നിങ്ങനെ ഒന്ന് ഉഷാറാക്കാൻ. ആ ഉഷാറാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ ഈ പ്രസവിക്കാൻ പെണ്ണ് മാത്രം അവനോട് പോയും ചെയ്തു. എല്ലാവരും ഇപ്പൊ പറഞ്ഞില്ലേ? അപ്പൊ ഈ രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും പറയുന്നത് നോക്കിന്നാലേ അത് ദീനല്ല, ദീനായിട്ട് പറയും. അതാ ഹക്ക്. കണ്ടോളൂ, അതേ ഹദീസ് പേരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുതി ചോദിച്ചു. അപ്പൊ അയാൾ പറയുന്നുണ്ട് തർക്കിക്കണം, തർക്കിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ദീനിന്റെ കാര്യത്തിലല്ല. ലാസ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്, ചില കള്ളത്തൊരീക്കത്തേര് വരും, ഓരോ ഈ ഹദീസ് ഓതിയിട്ട് ഗണന നടത്തുന്ന മുസ്ലിയാക്കന്മാർക്കെതിരെ പറയും. അതൊക്കെ തട്ടിപ്പാന്ന് മനസ്സിലാക്കണം. അപ്പോ ഇയാളാണോ ഇപ്പൊ കള്ളത്തൊരീക്കത്ത്? നിങ്ങൾ തീരുമാനിച്ചോളി. അതേ ഹദീസ്, ഒരു ഹദീസിന്റെ 2 വ്യാഖ്യാനം. ഒരാൾ സത്യത്തിലാണെങ്കിൽ തന്നെ തർക്കം ഉപേക്ഷിക്കുന്ന ആൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. തർക്കത്തെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു വിഷയത്തിലും ആരും തർക്കിക്കാൻ പാടില്ല എന്നല്ല. ഒരു വിഷയത്തിൽ തർക്കിക്കേണ്ട ഘട്ടം വന്നാൽ തർക്കിക്കണം. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ. നബിയെ വ്യക്തമായ തർക്കമല്ലാതെ തർക്കിക്കരുത്. അപ്പൊ ലാഹിറായ തർക്കം തർക്കിക്കണം എന്നാണല്ലോ. ഒരാൾ തെറ്റ് പറഞ്ഞാൽ ശരി പറഞ്ഞു കൊടുക്കണം എന്ന് അത് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ ഹദീസ് ഖുർആനെതിരാണോ? അല്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, ഹദ്ദുൽ മിറാഇ അൽ ഇഅ്തിറാദു അലാ കലാമിൽ ഗൈരി ബിഇദ്ഹാരി ഖലലിൻ ഫീഹി ഇമ്മാ ലഫ്ളൻ ഔ മാന. ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ ഇന്ന് തെറ്റുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിന്റെ അർത്ഥത്തിൽ ഇന്ന് തെറ്റുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി ഇങ്ങനെ തർക്കം കൂടും. ഇതാണ് ചില കാസർകോട്ടുകാർ മലപ്പുറത്തുകാർ തമ്മിൽ തർക്കം. എന്താണ് തർക്കോ? ഭാഷാ തർക്കം. അങ്ങനെയോ വരണ്ട്, ഇങ്ങനെയോ വരണ്ട്. നാലാമത്തുകാർ തിരുവനന്തപുരത്തുകാർ തമ്മിൽ തർക്കം. പുള്ളിക്കാരെന്നോ വരണ്ട്, അല്ലെങ്കിൽ ഓയെന്നോ വരണ്ട് തർക്കം. ഇങ്ങനെ തർക്കിക്കുന്ന ആളുകൾ. ഇതുപോലെ അർത്ഥത്തിന്റെ കാര്യത്തിലും അനാവശ്യമായ തർക്കങ്ങളും. അത്തരം തർക്കങ്ങൾ ഒഴിവാക്കണം. ഒഴിവാക്കിയാൽ വാസ്തവത്തിൽ ചിലപ്പോൾ തിരുവനന്തപുരത്തുകാരൻ പറഞ്ഞതായിരിക്കാം ശരി, അല്ലെങ്കിൽ നാദാപുരത്തുകാരൻ പറഞ്ഞതായിരിക്കാം ശരി. എന്നാലും അത്തരം കാര്യത്തിലും തർക്കിക്കാൻ പോണ്ട. അങ്ങനെ തർക്കം ഒഴിവാക്കിയാൽ അല്ലാഹുവിന്റെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം വാഗ്ദത്തം ചെയ്യാൻ ആവശ്യമില്ലാതെ അറിയേണ്ട. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയാണ്, ഔ ഫീ ഖസ്ദിൽ മുതകല്ലിം വതർക്കുൽ മിറാഇ ബിതർക്കിൽ ഇൻകാരി വൽ ഇഖ്റാർ ഫകുല്ലു കലാമിൻ സമീതഹു ഫഇൻ കാന ഹഖൻ ഫസദ്ദിഖ് ബിഹി. ഒരു സത്യമായ വാക്കാ കേട്ടെങ്കിൽ നീ അങ്ങ് നേരായിക്കണം, ഇതിനെ അറിയിക്കാന്ന് പോണ്ട. വൈകാന ബാക്കിലും അങ്ങനെയുണ്ടല്ലോ, ആ വകുപ്പ് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അത് സത്യമാണെങ്കിൽ അങ്ങ് നേരായിക്കളെ, ഇതിനെ തർക്കിക്കാൻ പോകണം, വെറുതെ മദ്രസ വിളിച്ച് വള്ളിയാക്കാന്ന് പറയാൻ പോണ്ട. അതുപോലെ ഒരു ഹക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അങ്ങ് അംഗീകരിക്കുക, അതാണ് വേണ്ടത്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ വൈകാന ബാത്തിലൻ. ഇനി ഒരു കാര്യം നീ കേട്ടത് ബാത്തിലാണെങ്കിലോ ആ ബാത്തിലായ കാര്യത്തിന് നീ ഉണ്ടായിരിക്കാൻ പറ്റുമോ? അവിടെ ഇമാം ഗസാലി പറയാണ്, വൈകാന ബാത്തിന് ഫലം യകുൻ മുതഅല്ലിഖൻ ബി ഉമൂരി ദീനി. ഒരു ദീനിയായ സംഗതിയൊന്നുമല്ല, ഒരു ദീനിയായ സംഗതി മതപരമായ കാര്യമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷാ തർക്കം പറ്റിയ സംഗതി ഉണ്ടല്ലോ. ഒരാൾ ഈ വടക്കോട്ട് പോയി, മലപ്പുറം ജില്ലയിൽ വലിയ ഉസ്താദാ പോയത്. എന്ന് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ആ മരത്തുമ്പോൾ തൂങ്ങിക്കോളൂ, ഞാൻ ഈ മരത്തുമ്പോൾ തൂങ്ങാൻ പറഞ്ഞു. ഈ മൊയ്ലിയാർ പേരായി, ഞാൻ ആ മരത്തുമ്പോൾ തൂങ്ങണം, ഇയാൾ ഈ മരത്തുമ്പോൾ തൂങ്ങാൻ എന്താ പ്രശ്നം? അപ്പൊ നോക്കും, മരം എന്ന് പറഞ്ഞാൽ കത്തില, തൂങ്ങാൻ തന്നെ ഉറങ്ങാന്നാണ്. ഈ കത്തിയുമ്പോൾ ഞാൻ ഉറങ്ങും, ആ കൊട്ടിൽ നിങ്ങൾ ഉറങ്ങിക്കോളി എന്നാ പറഞ്ഞില്ല അമ്മാന. അപ്പൊ അതാ ഈ മരത്തുമ്പോൾ നിങ്ങൾ ഞാൻ തൂങ്ങാം, ആ മരത്തുമ്പോൾ നിങ്ങൾ തൂങ്ങിക്കോളി. അതിനൊന്നും തർക്കിക്കാൻ പോകണം, അങ്ങനെ ഒക്കെ തെറ്റൊന്നുമില്ല. ഞാനത് മറ്റേ തൂങ്ങലല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിൽ തർക്കിക്കാതിരുന്നാൽ സംഗതി വളരെ അങ്ങനെയൊന്നല്ല, അത് വേറെ വിഷയം. എന്നാലും തർക്കിക്കാതിരുന്നാൽ സ്വർഗം കിട്ടും. തർക്കം കുറക്കണമെന്നാ പറഞ്ഞിരുന്ന ആവശ്യമില്ലാത്തതിന് തർക്കിക്കരുത്. ദീൻ കാര്യത്തിലാണെങ്കിൽ ഹക്ക് പറയാൻ വേണ്ടി തർക്കിച്ചേ പറ്റൂ. അതാ ഖുർആൻ പറഞ്ഞത്, ലാത്തുമാരി ഫീഹിം ഇല്ലാ അല്ലാഹിറാ. ദീനിന്റെ എതിരാളികളോട് വ്യക്തമായ തർക്കമായിരിക്കും തർക്കിക്കുന്നത്. തർക്കം വേണ്ടാണ്. ചില കള്ളത്തെഴുതി തരുന്നുണ്ട്, എണ്ണപ്പസ് നടത്തുന്ന മുലാമാരോട് ഭയങ്കര വെപ്പായിരുന്നു. അപ്പൊ അവർ പറയും തർക്കിക്കാൻ പാടില്ലാതെ ഹദീസിലുണ്ട്, അതൊക്കെ തട്ടിപ്പാണ്. ചോദ്യം, ഇതിന്റെ എതിരാളികളോട് വ്യക്തമായ തർക്കമായിരിക്കും തർക്കിക്കുന്നത്. തർക്കം വേണ്ടാണ്. ചില കള്ളത്തെഴുതി തരുന്നുണ്ട്, എണ്ണപ്പസ് നടത്തുന്ന മുലാമാരോട് ഭയങ്കര വെപ്പായിരുന്നു. അപ്പൊ അവർ പറയും തർക്കിക്കാൻ പാടില്ലാതെ ഹദീസിലുണ്ട്, അതൊക്കെ തട്ടിപ്പാണ്. അതൊക്കെ തട്ടിപ്പാണ്. തർക്കം പാടില്ല എന്ന് ആര് വഴി പറഞ്ഞാലും അതൊക്കെ തട്ടിപ്പാണ്. ഉസ്താദേ, നിങ്ങൾ എന്നെ പറഞ്ഞു വെച്ചല്ലോ, എടുക്കൂ സുലൈമാൻ ഉസ്താദിനും എടുക്കൂ. ഞാൻ രണ്ടാമതായി പറയാം സഹോദരങ്ങളെ, അതേ, അപ്പൊ ഒന്നാമതായി ഞങ്ങൾ സംഘടനയോട് സംഘടനയെ തൊലാക്കിൽ ഒഴിവാക്കിയത് ഞങ്ങൾ എന്തിനാണോ സംഘടനയിൽ ചേർന്നത് അതതിലില്ലാതെയായി. ആദർശം ഒഴിവാക്കി. നിങ്ങളുടെ 40-ാം വാർഷിക സമ്മേളനത്തിൽ പോലും ആദർശ സെഷൻ പോലും നിങ്ങൾ ഇല്ലാതെയാക്കി.